മോഹൻലാലിനോട് സംസാരിക്കുമ്പോൾ മെറ്റാഫിസിക്കൽ എന്ന് പറയാവുന്ന അതീത ബോധതലത്തിൻ്റെ ധാരകൾ നമ്മളിലേക്ക് വന്നു ചേരുക സ്വാഭാവികമാണ്. ആ വഴിക്ക് വെറുതെ ഒരു ചിന്ത, ഈ പ്രപഞ്ചം ആരെങ്കിലും ഒരു ശക്തി സൃഷ്ടിക്കണമല്ലോ. അതൊരു വ്യക്തിയാകാം, ഒരു സംവിധാനമാകാം, അല്ലെങ്കിൽ ഒരു ശക്തിയുടെ പ്രഭവ കേന്ദ്രമാകാം. അങ്ങനെയാണെങ്കിൽ യുഗയുഗങ്ങളായി സംക്രമിക്കപ്പെടുന്ന ഒരുപാട് ഭാവരസതരംഗങ്ങളുണ്ടല്ലോ നമുക്ക് ചുറ്റും. അതിനൊക്കെ പറ്റിയ രൂപങ്ങൾ, ആ രൂപങ്ങളിൽ ഭാവസംക്രമണത്തിനുള്ള വിരുതുകൾ, സിദ്ധികൾ, ഇതൊക്കെ ഉൾച്ചേർക്കുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംവിധാനത്തിൽ പെടുന്നതാണെങ്കിൽ അങ്ങയുടേത് ഭാഗ്യമല്ല. ഈ സംഭാഷണത്തിൻ്റെ ആദ്യം സൂചിപ്പിച്ച ഭാവാവതാര സംബന്ധമായ ഒരു യുഗധർമ്മമാണ് അങ്ങ് നിർവഹിക്കുന്നത് എന്ന് ഒട്ടും അതിശയോക്തി കലർത്താത്ത ഒരു നിരൂപണമെന്ന രീതിയിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. എങ്ങനെയായിരിക്കും ഈ ഒരു ഭാവുകത്വത്തോട്, തൻ്റെ ഈ ഒരു ഭാവാവതാര സൂചനയോട് ശ്രീ മോഹൻലാൽ പ്രതികരിക്കുക? എനിക്കതിൽ എങ്ങനെയാണ് പരിപൂർണമായിട്ട് അതിനൊരു ഉത്തരം നൽകണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അങ്ങ് പറഞ്ഞത് ഒരുപാട് തലത്തിൽ നമുക്ക് ബോധം ഉണ്ടാക്കുന്നൊരു കാര്യമായിട്ടാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഒരു സംസ്കൃത നാടകം ചെയ്യുന്നു, എനിക്ക് സംസ്കൃതം അറിയില്ല അല്ലേ. ഞാൻ ഇപ്രാവശ്യം സംസ്കൃത ഭാരതിയുടെ ഏറ്റവും അവർ പ്രസ്റ്റീജിയസ് ആയിട്ട് ഇറക്കുന്ന 7 വലിയ സംസ്കൃത ഗാനങ്ങൾക്ക് അതിൻ്റെ മുഖവര പറഞ്ഞിരിക്കുന്നത് ഞാനാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്, അപ്പോൾ പറഞ്ഞു മോഹൻലാലാണ് അത് പറയേണ്ടത്. അപ്പോൾ ഈ സംസ്കൃത നാടകം ഞാൻ അഭിനയിച്ചു, അത് ഞാൻ 4 പ്രാവശ്യം ചെയ്തു. ഞാൻ എൻ്റെ ഗുരുതുല്യനായ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, മോഹൻലാൽ ആദ്യമായിട്ടാണ് സംസ്കൃത നാടകം ചെയ്തത് എന്നാരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എൻ്റെ ബോധത്തിൽ അതെപ്പോഴോ കിടപ്പുണ്ട്, ഇപ്പോഴായിരിക്കില്ല. അതെ. പിന്നെ ഹൈ മെറ്റാഫിസിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് സിസ്റ്റം ഓഫ് എൻട്രോപ്പി എന്നാണ് പറയുന്നത്. നേച്ചറിനെ എപ്പോഴും ഡിസോർഗനൈസ് ചെയ്യാനാണ് താല്പര്യം, എപ്പോഴും വിഘടിപ്പിക്കാനാണ്. അതുമായിട്ട് ബാലൻസ് ചെയ്ത് പോകാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും നന്നായിട്ടിരിക്കുന്ന ഒരാൾ ഏറ്റവും മോശമായി പോകുന്നു, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റ് പറ്റുന്നു. അപ്പോൾ എപ്പോഴും സിസ്റ്റം ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്ന നേച്ചറിനെ നമ്മൾ ദ്രോഹിക്കാതെ നമ്മൾ അതിൻ്റെ കൂടെ ഏറ്റവും സ്നേഹമായിട്ട് പോവുക. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അലാദിൻ ആൻഡ് ജീനി പോലെയാണ്. നിങ്ങൾ ചോദിക്കൂ, ആ ചോദിക്കുന്ന ആ ഡിസയർ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് സത്യസന്ധത വേണം, അല്ലെങ്കിൽ ആത്മാർത്ഥത വേണം, അത് നിങ്ങൾക്ക് തരും എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീശങ്കരാചാര്യടുത്തൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു തരുന്നതാണ്. അതെല്ലാം ഈ നേച്ചറിൽ കിടപ്പുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് നമ്മുടെ മാത്രമല്ല, ഇവിടെ നിന്നോ ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു പക്ഷേ റീഡേഴ്സ് ഡൈജസ്റ്റ് ആദ്യമായിട്ട് ഒരു ചെറിയ കോളം ഇട്ട് ആദ്യം തുടങ്ങിയത് എന്നിൽ കൂടെ. അപ്പോൾ അദ്ദേഹം അന്നത്തെ ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഒരു പേര് പറഞ്ഞ മാസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ അതൊരാളൊന്നുമല്ല, ഇറ്റ് ക്യാൻ ബി അത് പിന്നെ ഒരു ഡിബേറ്റാണ്, എന്തിനാണ് മാസ്റ്റേഴ്സ്, ഒരു മാസ്റ്റർ പോലെ, ദാറ്റ് ഈസ് ഓൾ നമ്മൾ ഡിബേറ്റാണ്. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ അകത്തിരുന്ന് ഒരുപാട് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ തന്നെ എത്രയോ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള കോശങ്ങളും ന്യൂട്രോണുകളും മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു അല്ലേ. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം, ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകണം. അപ്പോൾ അതുപോലെ ഒരുപാട് നമുക്ക് അറിഞ്ഞുകൂടാതെയോ, എസ്പെഷ്യലി അഭിനയത്തിൽ. ഇത് അഭിനയത്തിൽ മാത്രമല്ല, പാടുമ്പോഴുണ്ടാകും, നൃത്തം ചെയ്യുമ്പോഴുണ്ടാകും അല്ലേ, പന്ത് കളിക്കുമ്പോഴുണ്ടാകും. അത്തരത്തിലുള്ള ആൾക്കാർ ആണ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. എല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് മെസ്സി എന്ന് പറയുന്ന ആൾ മാത്രമായി ഫുട്ബോളിൻ്റെ ഒരു വലിയ മാന്ത്രികനായി മാറുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഈ ഈശ്വര ചൈതന്യം വഴി. അതുപോലെയാണ് ഞാൻ ഈ ഇംപ്രവൈസേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു വാക്കാണ്. അതെ, അതെ. അങ്ങ് ഭാഗ്യം എന്ന് ഇടയ്ക്കിടെ ആവർത്തിക്കുന്ന ഈ പദത്തിന് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അർത്ഥം ലഭിക്കുന്നത് വിനയം എന്നാണ്. അതായത് കാര്യങ്ങൾ അതിനൊരു വാക്കാണത്, അതെന്താ അങ്ങനെയാണെന്ന് പറയാം. അങ്ങയുടെ വിനയം കൊണ്ട് അങ്ങ് അത് ഭാഗ്യമായി പറയുന്നു എന്നാണ് ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ ഉൾക്കൊള്ളാൻ എപ്പോഴും സന്നദ്ധമായിരിക്കുന്നത്. മറ്റൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് ഇങ്ങനെ അതീന്ദ്രിയമായ ബോധതലങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവിടെ നിന്ന് ആശയങ്ങളെ വർത്തമാനകാലത്തിൻ്റെ ജാഗ്രതയിലേക്ക് കൊണ്ടുവരുന്ന ഈ മാന്ത്രികമായ ലളിതം എന്ന് തന്നെയും പറയാൻ കൂട്ടത്തിൽ ഇത്തരം സിദ്ധികൾ അങ്ങ് സ്വായത്തമാക്കിയത്, അതിൽ ജന്മന എന്ന് പറയാവുന്നൊരു ഘടകമുണ്ട്.
ഈ തിരക്കിനിടയിൽ ഈ വായനയുടെ ചിന്തയുടെ ചിലപ്പോൾ അങ്ങനെ കരുതുമ്പോൾ എനിക്ക് ഈ അഭിമുഖത്തിന് മനസ്സ് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കുസൃതി തോന്നി, അങ്ങനെ പറയാമെങ്കിൽ. ശ്രീ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നവരസങ്ങൾക്കപ്പുറത്ത് ഒരു ദശരസ സാധ്യതയുണ്ട്. അത് ചിന്ത എന്നുള്ള ഒരു കാര്യം അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരു രസസന്നിവേശമാണ്. അപ്പോൾ ആ ഒരു ഘടകമാണോ ഇത്തരം ബോധതലങ്ങളിലേക്ക് അങ്ങയെ നയിക്കുന്നത്? ഇപ്പം അതൊരു എന്താ പറയണ്ടത്, നമ്മളിപ്പോൾ ഇപ്പം എങ്ങനെയാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ സീൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ഒന്നും മുൻകൂട്ടി കാണുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഏറ്റവും നല്ലതാണ്. കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്താണ് രസം അതാണ്. ഈവൻ അഭിനയത്തിലും അങ്ങനെയാണ്. അപ്പോൾ അത് ടേക്ക് 2 ആകും, ടേക്ക് 3 ആകും. പക്ഷെ ഞാൻ ചെയ്യുന്ന ടേക്ക് 3 ആയാലും ഞാൻ അത് മുഴുവൻ ചെയ്ത 1ഉം 2ഉം ഞാനതിനെ മാച്ച് കളയുന്നതാണ്. അത് അറിയാതെ പറ്റുന്നതാണ്. അത് അഭിനയത്തിൽ മാത്രമല്ല, എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ അല്ലേ. ഈവൻ ഞാൻ പ്രണയം എന്നുള്ള അതിൽ വളരെ ശക്തമായിട്ട് ഞാൻ ബ്ലസ്സി ഇങ്ങനെ ഒരു വാക്ക് പാസ് മീൻസ് എ ബക്കറ്റ് ഓഫ് ആഷസ് എന്ന് പറയുന്നത് ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കാര്യം അത്തരത്തിലാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ചിന്തിച്ചിരുന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം അതേ കാര്യം തന്നെയാണ് ആക്ടിങ്ങിലും. ഞാൻ ചെയ്തത് എന്താണ് 1, 2, 3 അപ്പോൾ വീണ്ടും ചെയ്യുമ്പോൾ അത് ഭയങ്കര റിപ്പീറ്റേഷൻ എന്ന് നോക്കുക. അത് മുഴുവൻ മായ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് അറിയാതെ കിട്ടുന്നൊരു സാധനമാണ്. പലപ്പോഴും അവർ പറയണം ലാല നേരത്തെ ഫസ്റ്റ് ടേക്കിൽ കാണിച്ച പോലെ അത് ചെയ്യും. ഞാൻ പറയും എനിക്കറിയില്ല. അപ്പോൾ അത് എങ്ങനെയാണ്, അത് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞ പോലെ ആ ചിന്ത എന്ന് പറയുന്ന സാധനത്തിൽ എന്തോ നടക്കുന്നൊരു പ്രക്രിയയായിരിക്കാം അല്ലേ. അതെ, അത് തീർച്ചയായിട്ടും അഭിനയത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ അത് വരും. അപ്പോൾ നമ്മൾ ഈ പാട്ട് പാടുന്ന ഇംപ്രവൈസേഷൻ, ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു വേറൊരു സ്ഥലത്തിലേക്ക് അത് കൊണ്ടുപോയിട്ട് വരും. അവർക്ക് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അവരെങ്ങനെയാണ് ചെയ്തത്. എസ്പെഷ്യലി സിനിമയിൽ ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പിൽക്കാലത്ത് ആ സിനിമ അത് ഡബ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രം മനസ്സിലാകും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും വളരെ സെറ്റിലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതല്ല, അത് സത്യമായിട്ട് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ സിനിമയിൽ ഡയലോഗ് പറയുന്ന സമയത്ത് ഈ ഡയലോഗ് പറയുന്ന സമയത്ത് നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. 2 ഡയലോഗിൻ്റെ ഇടയിലുള്ള നിശബ്ദതകളുണ്ട്. അവിടെയാണ് ഒരു ആക്ടറിന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. 2 ശ്വാസങ്ങളുടെ ഇടയിൽ ഒരു ഡെത്ത് ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് അല്ലേ. ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ളൊരു സമയം തരണം. അപ്പോൾ അത് ആ ഒരു പാസ് എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. നമ്മുടെ ഈ സംഭാഷണം പുരോഗമിക്കുന്നത് ഒരു പക്ഷേ അല്പം ഗരിമയാർന്ന ഒരു ആശയ തലത്തിലാണ്. അതേസമയം നമ്മുടെ വിശാല പ്രേക്ഷക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ മോഹൻലാലുമായി മോഹനൻ സംസാരിക്കുന്നത് കണ്ടില്ലേ, ഇത്രയൊക്കെ ഗൗരവമായ രീതിയിൽ ഇത് കൊണ്ടുപോകേണ്ടുന്ന കാര്യമുണ്ടോ എന്നൊക്കെ ഇവർക്ക് അല്ലാതെ ഇരുന്ന് സംസാരിച്ചൂടെ അവരിൽ ചിലർക്ക് തോന്നും. അതുകൊണ്ട് ചോദിക്കുകയാണ്, അതെ, അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിരവധി സംഭാഷണങ്ങൾ മലയാളത്തിൻ്റെ അടയാള വാക്കുകളായി അന്തരീക്ഷത്തിലുണ്ട്, ജനഹൃദയങ്ങളിലുണ്ട്. അങ്ങേക്കിഷ്ടപ്പെട്ട ഏതാനും സംഭാഷണ ശകലങ്ങൾ ഒരു നവവത്സര സമ്മാനമായി ഇപ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മയിൽ നിന്നെടുത്തു കൊടുക്കാൻ? എനിക്ക് ഒരിക്കലും പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മളെപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്തരം കാര്യങ്ങൾ ഒരു സിനിമ കഴിഞ്ഞാൽ അത് അങ്ങ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ അതിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോകുന്നതാണ്. പെട്ടെന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം സത്യമായിട്ട് പറയണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ പോലെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ദപ്പോ മോനെ ദിനേശ് അതൊക്കെ അന്നത്തെ അല്ലെങ്കിൽ എന്താ വാക്കസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. സവാരിഗിരി അത്തരം സമയങ്ങളിൽ എന്താണ് അതൊരു ടാഗ് ലൈൻ പോലെ യൂസ് ചെയ്തിട്ടുള്ളൊരു അതൊരു എന്താ പറയണ്ട ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് ആയിരുന്നു. അല്ലാതെ മനസ്സിൽ തട്ടുന്ന ഒരുപാട് സംഭാഷണങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എന്താണ് പെട്ടെന്ന് എടുത്ത് പറയേണ്ടത് എന്നെനിക്ക് പറയാൻ സത്യമായിട്ടും ഞാൻ പ്രിപ്പയർഡും അല്ല, ഞാൻ